ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് പള്ളിയിൽ പോയിട്ട് വരാമെന്ന് വെച്ചു. അതാണ് ഈ ഷാളെല്ലാം എടുത്തിട്ട് പോകുന്നത്. പിന്നെ ആടെ നമുക്ക് ഫുൾ കൈ ഇടണം, പിന്നെ തലയിൽ തട്ടിടണം എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഷാളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഫുൾ കൈ തന്നെയാണ് കേട്ടോ. പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഷെയ്ഖ് സായിദ് പള്ളിയിലാണ്. ഇത് UAE വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയൊരു പള്ളിയാണ്. അപ്പോൾ ഇത് പുറത്തുനിന്നെല്ലാം കാണുമ്പോൾ ഭയങ്കര വലിയതാണ്, ഉള്ളിൽ നിന്നും അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു, ഇത് നേരെ പോയിട്ട് അങ്ങ് ഡയറക്റ്റ് കയറിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അല്ല കയറേണ്ടത്, ഇവിടെ എന്തൊക്കെയുണ്ട് കയറാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് രജിസ്റ്ററൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇത് മോളാ തോന്നുന്നു, അതിൻ്റെ ഉള്ളിലേക്കൂടിയെല്ലാം നമ്മൾ പോയത്. ഡയറക്റ്റായിട്ട് ആടെ എത്തൂല, പള്ളീൻ്റെ ഉള്ളിൽ എത്തൂല. അപ്പോൾ നമ്മൾ ഇതിലേക്കൂടിയെല്ലാം പോയി. പിന്നെ നമ്മൾ എയർപോർട്ടിൽ വെച്ചിട്ട് നടക്കുന്ന ചെക്കിങ്, അതുപോലത്തെ ചെക്കിങ്ങാണ് ഇവിടെയും ഉള്ളത്. പിന്നെ തട്ടിടണം, ഫുൾ കൈ ഇടണം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ പ്രോട്ടോക്കോളായിട്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിന് ഇപ്രാവശ്യം. നമ്മളങ്ങനെ പള്ളീൻ്റെ അടുക്ക് എത്താനായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏത് വീഡിയോ നോക്കിയാലും ഏതെങ്കിലും ആയിട്ട് ഒരു ചെറിയ പട്ടി ഷോ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഒരു സ്ലോ മോഷനിൽ ഒരു പട്ടി ഷോ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നു ഗായ്സ്. പിന്നെ എനിക്ക് പറയാനില്ല വെച്ചാൽ, എനിക്ക് ചെറുതായിട്ടൊരു ഡിസ്കംഫർട്ട് തോന്നിയത് എൻ്റെ തട്ടം ഇങ്ങനെ തലേന്ന് ഊരി പോന്ന്. അതെന്നാ നിൽക്കുന്നില്ല, എനിക്ക് ഇവരെല്ലാം ഇടുന്ന പോലെ കറക്റ്റ് നിൽക്കുന്നില്ല. അത് മാത്രമേ ചെറിയ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടു. പിന്നെ ഇത്രയും ഹൈറ്റിലുള്ളൊരു പള്ളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ പള്ളീൻ്റെ ഉള്ളിൽ കയറുന്നതേ ആദ്യമായിട്ടാണ്. അതും ആദ്യമായിട്ടുള്ള കയറുന്ന ഒരു പള്ളി, ഇത്രയും വലിയ പള്ളി ആയതിൽ വളരെ സന്തോഷം. അപ്പോൾ നല്ല തിരക്കുണ്ടായിന് ഇപ്രാവശ്യം. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിനെ. പിന്നെ ഇങ്ങനെ ഒരാൾ തോളത്ത് കൈ വെച്ചിട്ട് ഫോട്ടോ, അങ്ങനെയൊന്നും അലൗഡല്ല ആടെ. അങ്ങനെ കുറേ നേരം പള്ളിയൊക്കെ ചുറ്റി കണ്ടു, കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ മാളിലേക്ക് തന്നെ പോയി. അപ്പോൾ നമ്മളവിടെ ഫുഡ് കോർട്ടിലിരുന്നു, വെറുതെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഫുഡ് കോർട്ടിൽ വന്നിട്ടുള്ളത് പിന്നെ ഒന്നും വാങ്ങിക്കാനും നല്ല, വെറുതെ ഇവിടെ ഇരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഡാഡിനോട് അമ്മയോടൊന്നും ചോദിക്കുക, എന്ന് വന്നിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസും എന്താ സംഭവം എന്ന് ചോദിക്കാം. ഇവരാദ്യം വന്നതായതുകൊണ്ട് ഇവർക്ക് വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ലായിരിക്കാം. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം. പറ ഡാഡി. ഞാനൊരു 4 to 5 times വന്നിട്ടുണ്ട് ഇവിടെ. അത് സംഭവം എന്താ വെച്ചാൽ ഇന്ന് ഹജ്ജ് ഹോളിഡേയ്സ് അല്ലേ, അതുകൊണ്ട് എത്ര തിരക്ക്. ഓക്കെ, അമ്മ 2018 UAE വന്നതാണ്. ഇത്രയും 4 പ്രാവശ്യം ഈ പള്ളി സന്ദർശിച്ചു. ഇതുവരെ ഇത്രയും ഒരു തിരക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമ്മ ആദ്യമായിട്ടാണ് നമ്മളെ വ്ളോഗിൽ എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ഹായ് മാത്രമേ പറയുള്ളൂ. പിന്നെ ഡാഡീനെ കൊണ്ട് ഞാനിപ്പോൾ പരിശീലിപ്പിച്ചിട്ട് തന്നെ കുറച്ച് മാറ്റം കാണുന്നുണ്ട്. ഇനിയുള്ള വ്ളോഗിൽ നമുക്ക് അവരെ കൊണ്ട് തന്നെ വ്ളോഗ് എടുപ്പിക്കാം. ഞാനെന്തായാലും പറച്ചിൽ നിർത്തി. എനിക്കിപ്പോൾ ഭയങ്കര മടിയാണ്, എടുക്കാനുള്ള മടിയാണ്. റൂം പോലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ പോലാണോ അറിയില്ല കേട്ടോ. അതിന് മുന്നേ നമുക്ക് ഉഷവല്യമ്മക്ക് സംസാരിക്കാൻ പറ്റൂല. എന്തായാലും നമുക്ക് ഉഷവല്യമ്മേനെ കൊണ്ടൊരു ഹായ് പറയിക്കാം. ഉഷവല്യമ്മ ഒരു ഹായ് പറഞ്ഞേ. പിന്നെ നമ്മൾ നേരെ പോയത് വഴിയോരം റെസ്റ്റോറൻറ്റിലാണ്. അവിടെ നല്ല വിശപ്പുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പൊറോട്ട, പിന്നെ ചിക്കൻ ചിക്കൻ വരട്ടിയത്, അങ്ങനെ എന്തോ, പിന്നെ ഒരു പനീറും ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ വഴിയോരത്തുനിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നു. വഴിയോരം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു ഹോട്ടലിൻ്റെ പേരാണ് വഴിയോരം. അപ്പോൾ നല്ല ഫുഡായിരുന്നു. അന്നത്തേനെക്കാട്ടി എത്രയോ നല്ല ബെറ്റർ ആയിരുന്നു. അത് ഇഷ്ടപ്പെട്ടോ? അടിപൊളി ഫുഡ്, വഴിയോരത്തിലെ ഫുഡ് അടിപൊളി ഫുഡാണ്. സുമേഷ് നീ മിസ് ചെയ്തു. അമ്മ ഫുഡായിരുന്നു. ഓക്കെ, പക്ഷെ നമുക്ക് ഇഷ്ടമായോ? അപ്പോൾ ഫുഡെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.